ആളില്ല കയ്യേറ്റങ്ങളിലും ഒഴിപ്പിച്ച ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിച്ചുമുള്ള ഒന്നാംഘട്ട കുടിയിറക്കൽ നടപടി മൂന്നാറിൽ അവസാനിക്കുമ്പോൾ രക്ഷപ്പെട്ടത് മൂന്നാറിലെ യഥാർത്ഥ കയ്യേറ്റക്കാരായ റിസോർട്ട് ഉടമകളാണ്. ആദ്യഘട്ട കുടിയൊഴിപ്പിക്കൽ നടപടി വ്യാപാര സ്ഥാപനങ്ങൾക്കും അനധികൃത റിസോർട്ടുകൾക്കുമെതിരെയാവുമെന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ച റവന്യൂ മന്ത്രിക്ക് ഒരു റിസോർട്ടിനെതിരെ പോലും നടപടിയെടുക്കാനായില്ല. ഒഴിപ്പിക്കൽ നടപടികൾക്ക് മുന്നോടിയായി മന്ത്രിയുടെ ആവശ്യപ്രകാരം 10 റിസോർട്ടുകൾ ഏറ്റെടുക്കാനുള്ള നിയമ നടപടികളായിരുന്നു ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവ പിടിച്ചെടുക്കാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ പദ്ധതി. എന്നാൽ ഉദ്യോഗസ്ഥർ നൽകിയ അനധികൃത റിസോർട്ടുകളുടെ ഒഴിപ്പിക്കൽ നടപടി അട്ടിമറിച്ചുകൊണ്ട് മുൻ ദൗത്യസംഘം ഒഴിപ്പിച്ചെടുത്ത ഭൂമി വീണ്ടും പിടിച്ചെടുക്കാനാണ് മന്ത്രി വ്യഗ്രത കാട്ടിയത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ നടപടികളിൽ കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ സ്ഥലത്തെ പ്രധാന കയ്യേറ്റക്കാരായിരുന്നു. മന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന കയ്യേറ്റക്കാരുടെ സാന്നിധ്യമാണ് ഒഴിപ്പിക്കൽ നടപടി റിസോർട്ടുകളിലേക്ക് നീങ്ങാതിരുന്നതെന്നും ആരോപണമുണ്ട്. മൂന്നാർ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഗോപാലമേനോൻ റിപ്പോർട്ടിലും നിവേദിത പിഹാരൻ റിപ്പോർട്ടിലും 2000-ലധികം അനധികൃത നിർമ്മാണങ്ങളുടെ പട്ടികയാണുള്ളത്. എന്നാൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു അനധികൃത നിർമ്മാണങ്ങളെപ്പോലും തൊടാതെയാണ് ഒന്നാംഘട്ട കുടിയൊഴിപ്പിക്കൽ അവസാനിക്കുന്നത്. ഇത് കയ്യേറ്റക്കാർക്ക് ഗവൺമെന്റിലുള്ള സ്വാധീനത്തെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. കുടിയൊഴിപ്പിക്കലിനായി നിയമ നടപടികൾ പൂർത്തിയാക്കിയ 10-ലധികം റിസോർട്ടുകളുടെ ലിസ്റ്റാണ് മന്ത്രിക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയത്. എന്നാൽ ഇങ്ങോട്ടേക്കൊന്നും നിയമത്തിന്റെ ബുൾഡോസർ ഉരുണ്ടില്ല. പകരം മുൻ ദൗത്യസംഘം ഒഴിപ്പിച്ചെടുത്ത ഭൂമിയിൽ സർക്കാർ ബോർഡ് സ്ഥാപിക്കാനാണ് ഉദ്യോഗസ്ഥരെ പറഞ്ഞയച്ചത്. ഇതോടെ മൂന്നാറിലെ UDF സർക്കാരിന്റെ ദൗത്യം അവസാനിച്ച മട്ടിലാണ്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ അരുൺ ആലക്കോടിനൊപ്പം തങ്കച്ചൻ പീറ്റർ, ഇന്ത്യ വിഷൻ.